സഹോദരങ്ങളെ, നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാനും അതിന്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് അത് മറ്റൊരു ദിശയിലേക്ക് പോകാനും ചുറ്റുപാടിലെ എല്ലാം മറന്ന് മനസ്സ് നൽകുന്ന സംഘർഷത്തിൽ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്താനും ഒക്കെ ഒരു പണിയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അല്ലാഹുവേ എന്നെ നീ ഭ്രാന്തനാക്കല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്രതീക്ഷിതമായൊരു ദിവസം നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരൊറ്റ കാഴ്ച മതിയാകും നമ്മുടെ ബുദ്ധി ഭ്രമിക്കപ്പെടാനും അത് നമ്മുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് അങ്ങനെ പാറിപ്പറക്കുന്ന ഒരു പട്ടം പോലെയായി മാറാനും എന്നത് ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ഉറങ്ങാത്ത എത്രയോ മനുഷ്യരുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കാണ്. ഉറങ്ങാതിരിക്കുക എന്നതൊരു പ്രശ്നമല്ല, പക്ഷെ ഞാൻ ഉറങ്ങുന്നില്ല എന്ന, എനിക്കുറക്കം വരുന്നില്ല എന്ന ചിന്ത അതൊരു വലിയ പ്രശ്നമാണ്. ഒരു പ്രത്യേക പ്രായം ചെന്നാൽ ഡയബറ്റിക് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഷുഗറിന്റെ അസുഖം, പ്രഷറിന്റെ അസുഖം, കൊളസ്ട്രോളിന്റെ പ്രശ്നം, മറ്റു ശാരീരിക വിഷയങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഉറക്കത്തിന് ഇത്തിരി കുറവൊക്കെ വരും. ആ കുറവ് കുറെ ചിന്തകളിലേക്കും കുറെ ആലോചനകളിലേക്കും കുറെ ഭയങ്ങളിലേക്കും ഒക്കെ അങ്ങനെ വഴിമാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ കുറെ ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്സ് എന്നുള്ള നിലക്ക് അങ്ങനെ ഉണർന്നാൽ നമ്മൾ അതിനെ ഒരു അനുഗ്രഹമായി കാണണം. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് എണീക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുള്ള എത്ര നല്ല ആളാകുമായിരുന്നു അദ്ദേഹം രാത്രി നിസ്കരിച്ചെങ്കിൽ എന്ന് പറഞ്ഞാല് അബ്ദുള്ള രാത്രി നിസ്കരിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് പ്രവാചകൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഒരാളുടെ, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ യോഗ്യതയിൽപ്പെട്ടതാണ് രാത്രി നിസ്കാരം എന്നുള്ളത്. നമ്മൾക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. രാത്രി ഉണർന്ന് മൂത്രമൊഴിച്ചുറങ്ങാണ്, അവൻ എന്ത് ഹതഭാഗ്യവാനാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ഉറക്കം നഷ്ടപ്പെടുകയും നമ്മൾ അസ്വസ്ഥരാവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നന്നായി നിസ്കരിക്കുക, ഖുർആൻ ഓതുക. കണ്ണിലിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ഉറക്കം അങ്ങനെ വന്ന ഉടനെ അതേ ഖുർആൻ അപ്പുറത്ത് മാറ്റിവെച്ച് കിടക്കുക, ഖലാസ്. എന്നാൽ ഇത് ഉറക്കം എന്നത് ഒരു അസ്വസ്ഥതയായി, അതൊരിക്കലും നിർവഹിക്കാൻ കഴിയാത്തൊരു പ്രശ്നമായി അനുഭവപ്പെടുന്ന ധാരാളം ആളുകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയത്തിന്റെ തുടർച്ചയാണ് എന്നും പറയുന്നത്. ശരിയായ വിധത്തിൽ അള്ളാഹുവിനെ തവക്കുലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ കിട്ടാനുണ്ട്. ഒരിക്കലും തവക്കൽതു അലല്ലാഹ് എന്ന് കാലിഗ്രാഫിയിൽ എഴുതി വെക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചുണ്ടുകൊണ്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുകയും ചെയ്യുക, ആവശ്യ നിർവഹണത്തിന് വേണ്ടി പടച്ചോൻ പഠിപ്പിക്കാത്ത പല പണിയെടുക്കുക, അവിടെ ഇവിടെയും കെട്ടിത്തൂക്കുക, അപ്പുറത്തും പുറത്തും കുഴിച്ചിടുക, ഇങ്ങനെ പല പരിപാടിയും ചെയ്യുക. അതല്ലെങ്കിൽ അള്ളാഹു അല്ലാതെ എനിക്ക് ഉത്തരം തരാൻ ആളുണ്ട്, ചില കാര്യങ്ങളൊക്കെ ചില ഇടവഴികളിലൂടെ പോയാൽ, ചില കുറുക്കു വഴികളിലൂടെ പോയാൽ കിട്ടാനുണ്ട് എന്നൊക്കെ വിശ്വസിക്കുക, ചെയ്യൊന്നും വേണ്ട. അങ്ങനത്തെ വിശ്വാസമുള്ള ആൾക്ക് തന്നെ ശരിയായ തവക്കുൽ സാധ്യമാകൂല. അങ്ങനെ ഒരു സാധ്യതയില്ല. അലീസ് അല്ലാഹു ബികാഫിൻ അബ്ദ, അതൊരു ചോദ്യമാണ്. അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ എന്ന ചോദ്യത്തിന് അതേ, എനിക്ക് എന്റെ റബ്ബ് മതി. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചതാണ്, എനിക്ക് എന്റെ റബ്ബ് മതി, എനിക്ക് എന്റെ കാര്യം പറയാൻ എന്റെ റബ്ബല്ലാതെ മറ്റൊരാളുടെ ആവശ്യം എനിക്കില്ല എന്നത് മനസ്സിലൊരു സൂചിമുനയിൽ മഷി പുരട്ടി വെച്ചാൽ ഉള്ള അത്ര സ്ഥലത്ത് പോലും അല്ലാത്തൊരു ചിന്തയില്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ തവക്കുലിന്റെ ശക്തി മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ തവക്കുലാക്കിയിട്ട് ആ തവക്കുൽ ഫലിക്കണില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിലും വിശ്വാസത്തിലും എവിടെയൊക്കെയോ ചില ചോദ്യചിഹ്നങ്ങളും ചില പാകപ്പിഴവുകളും ഉണ്ട്. അത് ശരിയാം വിധം കണ്ടെത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ശരിയാം വിധം എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഒന്നാമത്തെ കാര്യം, ഒരു വല്ലാത്ത മനക്കരുത്തും ഒരു സ്വസ്ഥത ഉണ്ടാകും. എന്താണ് എന്റെ കാരണം? വിശുദ്ധ ഖുർആനിലെ ഖുർആന്റെ 22-ാമത്തെ അധ്യായം, വിശുദ്ധ ഖുർആന്റെ സൂറത്തു ഹജ്ജിലെ 57-ാമത്തെ ആയത്ത് എന്താണ്? സൂറത്തു ഹദീദ് ഖുർആന്റെ 57-ാമത്തെ അധ്യായം അതിലെ 22-ാമത്തെ വചനം എന്താണ്? മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും. മാ അസ്വാബ മിൻ മുസീബത്തിൻ, ഒരു ദുരിതവും സംഭവിക്കുന്നില്ല, ഭൂമിയിൽ സംഭവിക്കുന്നില്ല, ഫിൽ അർളി ഭൂമിയിൽ സംഭവിക്കുന്നില്ല, വലാ ഫി അൻഫുസികും നിങ്ങൾക്ക് തന്നെയും സംഭവിക്കുന്നില്ല, ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, ഒരു ഗ്രന്ഥത്തിൽ ഒരു രേഖയിൽ അത് നേരത്തെ രേഖപ്പെടുത്തപ്പെടാതെ. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിനത് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ജുമാക്ക് മുമ്പ് 4 കുട്ടികളുടെ മയ്യിത്ത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് മറവ് ചെയ്തു. കരഞ്ഞിരിക്കുന്ന അവരുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും വേണ്ട ആ ഒരു എൻവയോൺമെന്റിലേക്ക്, ആ ഒരു പരിസ്ഥിതിയിലേക്ക്, പരിസരത്തേക്ക്, ആ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിപ്പെടുന്ന ആരുടെയും കണ്ണ് നിറഞ്ഞു പോകും. ആർക്കാ സംശയം?
യഥാർത്ഥത്തിൽ അവർക്കിനിയും മുന്നോട്ട് പോകാനുള്ള കരുത്ത് എന്താണ്? ഇതൊക്കെ അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ്. അതെനിക്കൊരു പരീക്ഷണമായി കിട്ടിയതാണ്. എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് എനിക്ക് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാഹി ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നെനിക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വസ്ഥമായി ശാന്തമായി ആ വിഷയത്തെ അഭിമുഖീകരിക്കാനും ഇനിയും പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകാനും പറ്റും. സുഹൃത്തുക്കളെ, പ്രതീക്ഷ എന്നത് ഏറ്റവും വലിയ ഔഷധമാണ്, അല്ലെ? പ്രതീക്ഷ എന്നത് ഏറ്റവും വലിയ മരുന്നാണ്. മരുന്നുകളിൽ ഏറ്റവും വലിയ മരുന്ന് ഏതാ? പ്രതീക്ഷയാണ്. എന്റെതെല്ലാം മാറും, എനിക്ക് സ്വസ്ഥത ഉണ്ടാകും, ഞാൻ തിരിച്ചു വരും, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമല്ല ആ വ്യക്തിക്ക് കൂടുതൽ കരുത്തോടുകൂടെ മുന്നോട്ട് പോകാൻ പറ്റും. പലപ്പോഴും ഉപജീവനത്തെക്കുറിച്ചാണ്, അല്ലെ? പ്രവാസി ഞാൻ ഇവിടുന്ന് മടങ്ങിയ എന്ത് സംഭവിക്കും, എന്റെ ജോലി ടെർമിനേറ്റ് ചെയ്യപ്പെട്ട എന്ത് സംഭവിക്കും, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അസ്വസ്ഥമായി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ ഏതൊക്കെ ജീവികളുണ്ടോ, ജീവജാലങ്ങളുണ്ടോ, പുഴുക്കളുണ്ടോ, പ്രാണികളുണ്ടോ, പക്ഷികളുണ്ടോ, പിന്നെ എന്തെല്ലാം ഉണ്ടോ, ജീവൻ തുടിക്കുന്നത് എന്തുണ്ടോ അതിന്റെയൊക്കെ റിസ്ഖ് അള്ളാഹുവിന്റെ അടുത്താണ്. യഅലമു മുസ്തഖറഹ വ മുസ്തൗദഅഹ. അതെവിടെ പാർക്കുന്നുവെന്നും അതുപോലെ തന്നെ അത് എങ്ങോട്ട് തിരിച്ച് പോകുന്നുവെന്നും ഒക്കെയുള്ള കൃത്യമായ ധാരണകൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കുല്ലും ഫീ കിതാബിൻ മുബീൻ. എല്ലാം അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു ആറ്റം മുതൽ ആന വരെയുള്ള സർവ്വതിന്റെയും ജീവചംക്രമണ പ്രക്രിയകളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് റബ്ബ്. അപ്പൊ നമ്മള് ഇന്ന് എന്ത് ഭക്ഷണം കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം, നമ്മളെ വീട്ടിലുണ്ടാക്കി കൊണ്ടുവന്ന 3 കിലോ കോഴിയിൽ നിന്ന് എത്ര പീസ് നമ്മളെ വായിലെത്തും, അത് എത്ര എണ്ണം വയറ്റിലെത്തും, അതെന്തെല്ലാം പ്രക്രിയ അതുകൊണ്ട് നിർവഹിക്കപ്പെടുന്നുള്ളതൊക്കെ പടച്ചോ രേഖപ്പെടുത്തി വെച്ചതാണ്. അതിനുള്ളൊരു കാരണമാണ് നമ്മുടെ ജോലി. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് ഒരിക്കലും മറക്കരുത്. റിസ്ക് വരുന്നൊരു ഇരിക്കലല്ല, അതിനുവേണ്ട പരിശ്രമങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. അതിനുവേണ്ട ശരിയായ പരിശ്രമങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് അതിൽ നിന്ന് വലിയ ആശ്വാസവും രക്ഷയൊക്കെ കിട്ടും. ഞാൻ ഇന്നലെ പീസ് റേഡിയോയിൽ ഒരു പരിപാടി അറ്റൻഡ് ചെയ്തു. സർവീസ് സംബന്ധമായ വിഷയങ്ങളിൽ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ആളുകളുടെ സർവീസ് പ്രശ്നങ്ങൾ, ഉദ്യോഗസ്ഥരുടെ സർവീസ് പ്രശ്നം എന്ന് പറയുന്നത് ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി പെട്ട അയാൾക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ആ സർവീസ് പ്രശ്നം അവിടെ കിടക്കുന്നിടത്തോളം കാലം അയാൾ അസ്വസ്ഥനായിരിക്കും. ഒരു സംശയമല്ല, അയാൾ അസ്വസ്ഥനായിരിക്കും. അപ്പൊ ഒരാളുടെ പ്രശ്നം എന്താണ്? അയാൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ ആണെന്ന് അയാൾ വിചാരിച്ചു. എന്നാൽ 2013 മുമ്പ് ഉണ്ടായിരുന്ന പെൻഷൻ സിസ്റ്റമാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ. അയാൾ അതുകൊണ്ട് തന്നെ നാഷണൽ പെൻഷൻ സ്കീമിൽ ഭാഗമായതുമില്ല. റിട്ടയർ സർവീസ് കഴിഞ്ഞപ്പോ അയാൾക്കൊരു പെൻഷനും ഇല്ല. ഞാൻ പറയുന്ന ഉദാഹരണം സർവീസിലുള്ളവർക്ക് ശരിക്കും മനസ്സിലാവും, വേറെ ആർക്കും അത് അങ്ങനെ മനസ്സിലാവില്ല. അയാളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനത്തെ ഒരു കേസുമായിട്ടാണ് ഇയാളുടെ അടുത്ത് വന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഇനി അയാളുടെ പെൻഷൻ കാലത്തുള്ള ഭക്ഷണം അത് പടച്ചോൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ആ ടെക്നിക്കൽ ഇഷ്യൂന് സൊല്യൂഷൻ ഒന്നുമില്ല. ഗവൺമെന്റ് എടുക്കേണ്ട ഡിസിഷനാണ്. ഇയാൾക്ക് വേണ്ടി മാത്രം ഗവൺമെന്റ് അങ്ങനത്തെ ഡിസിഷൻ ഒന്നും എടുക്കാൻ പോകുന്നില്ല, അല്ലെ? അപ്പോ വേറെ ഒരു തരം പെൻഷൻ നിയമപുസ്തകങ്ങളിൽ നിന്ന് പരിഹാരം കണ്ടെത്തി അത് നിർവഹിച്ചു കൊടുത്ത സന്തോഷം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ ഒരു ഘട്ടത്തിൽ അനുസ്മരിക്കുകയാണ്. അപ്പൊ അയാൾ പ്ലാൻ ചെയ്ത് വെച്ചത് എന്താണ്? അയാളെ പെൻഷനാണ്. പക്ഷെ അയാൾ വിചാരിച്ച പെൻഷനൊക്കെ കിട്ടിയിട്ടില്ല, അല്ലെ? അയാൾ വിചാരിച്ച പെൻഷനൊക്കെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടാകും. നമ്മൾ ഭയങ്കര കൂളായിരിക്കും. എന്റെ അതൊക്കെ പടച്ചോൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു പോകണം. ജീവിതത്തിൽ കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാകും. എനിക്ക് മാസം ലക്ഷങ്ങൾ കിട്ടിയിരുന്നതാണ്, ഇപ്പൊ ഒക്കെ പോയി. അവിടെ പെരയിൽ ഇങ്ങനെ ഇരിക്കലല്ല, നമ്മൾ നമ്മുടേതായ പരിശ്രമത്തിലേക്ക് പോവുക. അപ്പൊ 500 റുപ്യ ഡെയിലി കിട്ടുന്ന പണിയാണുള്ളത്, ആ പണി എടുക്കാം. എന്നിട്ട് നമ്മുടെ പ്രയത്നങ്ങൾ തുടരുക. അതല്ലാതെ ഒരു മൂലയിൽ ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നാൽ മരുന്ന് വാങ്ങാനുള്ള പൈസ പോലും വേറുള്ളവർ തരേണ്ടി വരും. അസ്വസ്ഥമായ മനസ്സിനൊന്ന് അടക്കി ഒന്ന് സ്വസ്ഥമായി എല്ലാം മറന്നുറങ്ങാനുള്ള, രാത്രി ഉറങ്ങാനുള്ള ഗുളികന്റെ പൈസ പോലും വേറെ ആരെങ്കിലും തരേണ്ടി വരും. അതുകൊണ്ട് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ആ പരീക്ഷണങ്ങളുടെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം, ചില വ്യക്തികൾക്ക് അള്ളാഹു ചില സ്ഥാനങ്ങളും ചില മഹത്വങ്ങളൊക്കെ കൊടുക്കും. ജീവിതം മുഴുവൻ അയാൾ ചെയ്തതുകൊണ്ടൊന്നും ആവില്ല. അയാളുടെ ജീവിതത്തിൽ എപ്പോഴോ എടുത്തൊരു നല്ല കാര്യത്തിന് ചിലപ്പോ പടച്ചോൻ വലിയൊരു പദവി വകവെച്ചു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ വകവെച്ചു കൊടുത്ത പദവിയുടെ അവസ്ഥയിലും തോതിലൊന്നും പിന്നെ ദിക്റും ദുആയും ആരാധനയും അനുഷ്ഠാനമൊന്നും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പൊ പടച്ചോൻ എന്ത് ചെയ്യുന്നറിയോ? പടച്ചോൻ അയാൾ അത്ര ഇഷ്ടമായതുകൊണ്ട് 1-2 പരീക്ഷണം കൊടുക്കും, 4 പുഴുങ്ങിയിട്ട് എടുക്കും, എന്നിട്ട് ആ പദവി കണ്ട് എടുത്തു വെക്കും. അപ്പൊ നമുക്ക് വരുന്ന അസുഖവും നമുക്ക് വരുന്ന സങ്കടവും
നമ്മളുടെ വീട്ടിൽ നമ്മുടെ മക്കളെ സംബന്ധിച്ച പ്രശ്നങ്ങളും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ അതെന്താ? അത് നമ്മളൊക്കെ വിചാരിക്കുന്ന പടച്ചവൻ ഇടങ്ങാറാക്കുക എന്നാണ്. യഥാർത്ഥത്തിൽ പടച്ചവൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് പടച്ചവൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണത്. അതിന് ആ ഗിഫ്റ്റായി സ്വീകരിക്കാൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കും എന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, രണ്ടാമത്തെ ഒരു കാര്യം എന്താ പറയുക, ശരിയായ തവക്കലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള രണ്ടാമത്തെ കാര്യം, അനാവശ്യമായ ഭയങ്ങളൊന്നും ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ടതും നിർവഹിക്കേണ്ടതുമായ സുരക്ഷിതത്വങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് പോകാൻ പറ്റും. എനിക്കറിയുന്ന ഒരാളുണ്ട്, അയാൾ വളരെ സമ്പന്നനാണ്. അയാൾ ഇന്നേ വരെ ഹജ്ജിന് പോകാനോ ഉംറക്കാനോ ഒന്നും ചിന്തിച്ചിട്ടില്ല. അയാൾക്ക് ഫ്ലൈറ്റ് ഭയങ്കര ഭയമാണ്. ഫ്ലൈറ്റ് ആലോചിക്കണത് ഭയമാണ്. ബാക്കിയുള്ളവർക്കും അങ്ങനെ ചിരിക്കാം. അത് അയാളുടെ ഒരു മാനസിക സാഹചര്യമാണ് സുഹൃത്തുക്കളെ. അത് അയാളുടെ ഒരു മാനസിക സാഹചര്യമാണ്. അപ്പോ ഇയാളുടെ മക്കൾക്കൊന്നും അത് മനസ്സിലാണില്ല, ഭാര്യക്കൊട്ടും മനസ്സിലാണില്ല. അങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു, നിങ്ങളെ കിണറ്റിന്റെ ഇതില്ലേ, കിണറ്റിന്റെ വെള്ളം കോരാൻ ഉപയോഗിക്കണേ കപ്പി തൂക്കണേ തണ്ട്, അതിന് കൂടെ നടക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാണ്. എന്നാ അയാളുടെ മാനസികാവസ്ഥ അതാണ്. അയാൾ ഹജ്ജിന് പോകാൻ അയാൾ കൽപ്പിക്കപ്പെട്ട ആളല്ല. ആ മാനസിക സാഹചര്യം ഉള്ളിടത്തോളം അയാൾ ഹജ്ജിന് പോകാൻ കൽപ്പിക്കപ്പെട്ട, നിങ്ങൾ അയാളെ ദ്രോഹിക്കരുത്. നിങ്ങൾ പോവുക, മക്കളുടെ കൂടെ പോവുക, നല്ലോണം പ്രാർത്ഥിക്കുക. മൂപ്പർക്ക് ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പൊ അയാൾ രക്ഷപ്പെടുമ്പോൾ അയാൾ പോട്ടെ. അയാൾ ചോദിക്കണേ കപ്പലിന് പോകാൻ പറ്റുമോ? അപ്പൊ കപ്പൽ ഇതിലേറെ വലിയ പ്രശ്നമാണ് എന്നുള്ളതൊന്നും അയാളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയണില്ല. ഞാൻ പറയണത്, അള്ളാഹുവിനെ ശരിയായി ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് മരുന്നൊന്നും വേണ്ടെന്നല്ല. മരുന്ന് കുടിക്കേണ്ട, സൈക്കാട്രി മെഡിസിൻ കുടിക്കേണ്ട ഒരു വ്യക്തി ഒരു നിശ്ചിത, അതൊരു രോഗമാണ്. ലിക്കുല്ലിദ ഇന്തവ, മരുന്നില്ലാത്തൊരു രോഗമല്ല അല്ലേ? എന്നാൽ ചില രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ രോഗത്തിന്റെ മരുന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടർ നമ്മുടെ ആ രോഗം കണ്ടെത്തിയിട്ടുണ്ടാവില്ല. അത്രയൊക്കെ ഉള്ളൂ. മരുന്നില്ലാത്തൊരു രോഗമല്ല വെറുതെ പറയാ ലിക്കുല്ലിദ ഇന്തവ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാണ്, അത് സത്യമാണ്, യാതൊരു സംശയമില്ല. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. എന്തൊക്കെ രോഗമുണ്ടോ അതിനൊക്കെ മരുന്നുണ്ട്. ആ മരുന്നിലേക്ക് എത്തിപ്പെടുക, ആ മരുന്ന് നമുക്ക് ഫലിക്കുക, അത് നമുക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടുക, കിട്ടേണ്ട തോതിൽ കിട്ടുക, കിട്ടേണ്ട സാഹചര്യത്തിൽ കിട്ടുക, ഇതൊക്കെ പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് അനാവശ്യ ഭയങ്ങൾ ഒന്നും തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടി വരില്ല. ഈ പലപ്പോഴും എനിക്ക് അവൻ ചെയ്തോ ഇവൻ ചെയ്തോ, അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ അല്ലെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, സിഹ്ർ ഹക്കാണ്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ ജസ്സാസ് മുതൽക്ക്, ജസ്സാസ് എന്നുള്ള മുഅ്തസിലി പണ്ഡിതൻ മുതൽക്കല്ലാതെ ആരും, എനിക്ക് ആരും വെറുതെ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഹക്കായിട്ട് പറയണം അല്ലെ, അത് ഹക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതെന്തിനാണ് ഹക്കാണെന്ന് പഠിപ്പിച്ചത്? അതിൽ നിന്ന് സുരക്ഷിതത്വങ്ങൾ സ്വീകരിക്കാനാണ് പഠിപ്പിച്ചത്. അതൊന്നും ഭയങ്കര വെല്ലുവിളിച്ച് പോണ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എനിക്കൊന്ന് ചെയ്യട്ടെ, നിങ്ങൾക്ക് ചെയ്തിട്ട് തെളിയിക്കേണ്ട കാര്യം നമുക്കില്ല, ഒരു കുഫർ ചെയ്തിട്ട് തെളിയിക്കേണ്ട കാര്യം നമുക്കില്ല. അത് കുഫറാണ്, ആ വഴിക്ക് പോകാൻ പാടില്ല. ഇസ്ലാം അതിനെ വൻപാപങ്ങളിൽ എണ്ണിയത് തികച്ചും അപ്രസക്തമായ വിശ്വാസി പരിഗണിക്കേണ്ടാത്ത ഒന്നാണെങ്കിൽ എണ്ണേണ്ടിയിരുന്നില്ല. ഇസ്ലാം അതിന് പഠിപ്പിച്ച പരിഹാരം എന്താ, പ്രായശ്ചിത്തം എന്താ? കൃത്യമായ ഇസ്ലാമിക സുരക്ഷിതത്വങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടോ? നമുക്ക് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്തു തോന്നുന്നുണ്ടോ? നേരെ ഏതെങ്കിലും ജിന്നുമാരുടെ അടുത്ത് പോകാനൊന്നല്ല പഠിപ്പിച്ചത്. നമ്മൾ നേരെ അദ്കാറുകൾ ചൊല്ലുക, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സുരക്ഷിതരാണ്. ഇസ്ലാമികമായ തത്വങ്ങളും നിയമങ്ങളും 100% പാലിച്ചു പോയാൽ നമ്മൾ സുരക്ഷിതരാണ്. ചില ആളുകളടുത്തൊക്കെ പോയിട്ട് ഇത് മാറി എന്നൊക്കെ പറഞ്ഞു വരുമ്പോ നമ്മൾ അവിടെ പോയിട്ട് കാലിൽ വീഴല്ല വേണ്ടേ. ഞാൻ എന്റെ കഴിഞ്ഞ ഖുത്ബയിലും പറഞ്ഞു, എന്റെ കഴിഞ്ഞ ഖുത്ബെടുത്ത് കേൾക്കങ്ങള് എന്താ, അത് പിശാചിനെ പൂജിക്കുന്ന ആളുകൾക്ക് പിശാച് ചെയ്തു കൊടുക്കുന്ന സൗകര്യമാണ്. എത്ര മനുഷ്യന്മാരെ തൗഹീദ് തെറ്റിക്കാം, 100 കണക്കിന് മനുഷ്യന്മാരെ തൗഹീദ് തെറ്റിക്കാം. അവിടെ പോയിട്ട് ഒന്ന് മാറിയോലോ, അത് കറാമത്തൊന്നുമല്ല, ഇത് പച്ചക്ക് പറയും, യാതൊരു സംശയമില്ല. അത് ഇമാം ഷാഫി റഹിമഹുള്ളയെ പോലത്തെ ആൾക്കാർ ശരിയായി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും എന്താ, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചതല്ലാതെ നമുക്കൊന്നും സംഭവിക്കുകയില്ല അല്ലെ. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചതല്ലാതെ നമുക്കൊന്നും സംഭവിക്കുകയില്ല. ഹുവ മൗലാന, അവനാണ് നമ്മുടെ സംരക്ഷകൻ. അവനാണ് നമ്മുടെ സംരക്ഷകൻ എന്നത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. അതുകൊണ്ട് ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ തവക്കുലാക്കുകയാണ് വേണ്ടത്. എന്തിലും ശരിയായ തവക്കുൽ ഉണ്ടാവുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇഹ്ഫദില്ലാഹ് ഇഹ്ഫദ്, നീ അള്ളാഹിനെ സൂക്ഷിക്കുക, അപ്പൊ അള്ളാഹു നിനക്കും സംരക്ഷണം തരും. ഇഹ്ഫദില്ലാഹ് തജിദുഹു തുജാഹക്, നീ അള്ളാഹുവിനെ ഏതൊക്കെ മേഖലയിൽ സൂക്ഷിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അള്ളാഹുവിന്റെ സഹായങ്ങൾ നിന്റെ മുന്നിലുണ്ടാകും. യൂട്യൂബിലേക്ക് നിന്റെ കണ്ണു പോകണം, നീ കണ്ണു മടക്കിക്കോ. പലിശക്കെടുക്കാൻ വേണ്ടി തീരുമാനിക്കണം, നീ മനസ്സിനെ സൂക്ഷിച്ചോ. നിനക്ക് വ്യഭിചരിക്കാൻ അവസരം കിട്ടണം, നീ ഒഴിവാക്കിക്കോ. ഒരാണിലേക്ക് ഒരു പെണ്ണിലേക്ക് നിന്റെ അനാവശ്യമായ നോട്ടം നീ നിയന്ത്രിച്ചോ. നിന്റെ റിസ്ക്കിൽ ഹറാമ് കലരാതെ നോക്കിക്കോ.
എന്നാ ഓരോ ഘട്ടത്തിലും അള്ളാഹ് അങ്ങനെ ഇറങ്ങിയിട്ട് നിന്നെ സഹായിക്കണം നിനക്ക് കാണാം. അപ്രതീക്ഷിതമായ രീതിയിൽ നിനക്ക് റബ്ബിന്റെ സഹായങ്ങൾ ഉണ്ടാകും എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പഠിപ്പിച്ചത്. എന്നിട്ട് പറയാണ്, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ ലയൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക്. ഒരു ജനത മുഴുവൻ നിന്നെ സഹായിക്കാൻ തീരുമാനിച്ചു. ഒരു ജനത മുഴുവൻ നിന്നെ സഹായിക്കാൻ തീരുമാനിച്ചു. ആ സഹായം നിനക്ക് കിട്ടണമെന്ന് പടച്ചോൻ തീരുമാനിച്ചില്ല, നിനക്കത് ഉപകരിക്കൂല. അല്ലെ? ഒരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടി നേരത്തെ നമ്മുടെ MLA ആയിരുന്ന തൊട്ടടുത്ത പ്രദേശത്തുള്ള നിലവിൽ ഇപ്പൊ MLA ആയ വ്യക്തിയുടെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും കൂടി ഒരു വലിയ ശ്രമം നടത്തി. ആ സംഖ്യ സ്വരൂപിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആ കുട്ടി പോയി. ആ ഇഞ്ചക്ഷൻ കൊടുത്ത കുട്ടിയെ രക്ഷിക്കാൻ നമുക്ക് പറ്റിയില്ല. കാരണം പടച്ചോൻ തീരുമാനിച്ചിട്ടില്ല. അതിന്റെ ഉപകാരം വേറെ കുറച്ചാർക്ക് കിട്ടണമെന്നാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് അതിന്റെ ഉപകാരം വേറുള്ളവർക്ക് കിട്ടാനുള്ള സംവിധാനങ്ങളിലേക്ക് നീങ്ങി എന്നുള്ളത് മാത്രമേ കാണേണ്ടുള്ളൂ. ഇനി വലൗ ഇസ്തമഉ യദുറൂക ബിശൈഇൻ ലയദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. ഒരു ജനത മുഴുവൻ നിന്നെ ദ്രോഹിക്കാനായി തീരുമാനിക്കുകയാണ്, നിനക്ക് അള്ളറ് വരണ്ടെന്ന് പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വരൂല. ആരൊക്കെ ഇളകിയിട്ടും കാര്യമില്ല കേട്ടോ, ആരൊക്കെ ഇളകിയിട്ടും കാര്യമല്ല. അപ്പോ ഓരങ്ങനെ വിചാരിക്കോ, ഇവരിങ്ങനെ വിചാരിക്കോ, മറ്റോരങ്ങനെ കരുതോ, ഇവരിങ്ങനെ കരുതോ, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും സത്യസന്ധമായ ആദർശ നിലപാടുകൾ സ്വീകരിക്കുന്നിടത്ത് മനുഷ്യന്മാർക്കുള്ള പേടി എന്താ? എനിക്കറിയണ എത്ര ആളുകളുണ്ട് നമ്മുടെ നാട്ടില്. ഈ പള്ളിയിൽ അവർക്ക് കയറാനുള്ള ഭയം എന്താ? മറ്റോരെന്ത് വിചാരിക്കും, ഇവരെന്ത് കരുതും, മറ്റോരെങ്ങനെ ചിന്തിക്കും. ഇതൊക്കെയാണ് ഇവിടെ ഓൾറെഡി മനുഷ്യന്മാരുടെ മനസ്സിൽ ഉണ്ടാക്കിയിടുന്ന കുറെ ചിന്തകളുണ്ട്. ഇതുപോലത്തെ ഒരു ആദർശത്തിന്റെയും ചിന്താധാരയുടെയും കൂടെ ചേരുമ്പോ മനുഷ്യർ ചാർത്തി വെച്ച് കെട്ടിക്കൊടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊരു മറയാണ്. അതൊന്ന് ജസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞു, ഹലാസ് കഴിഞ്ഞു, പിന്നെ ഒരു പ്രശ്നമല്ല. അപ്പം അങ്ങനത്തെ അസ്വസ്ഥതകളുടെ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമുക്ക് അള്ളാഹുവിന്റെ ഇസ്മുകളിലൂടെ, അവന് ധാരാളം ഇസ്മുകളുണ്ട്. ഏറ്റവും ചുരുങ്ങിയ 99 ഇസ്മുകളുണ്ട്. അള്ളാഹിന്റെ ഇസ്മു 99 ക്ലിപ്തൊന്നുമല്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചു വെക്കണ്ട. അള്ളാഹു നമുക്ക് പറഞ്ഞെന്നത് 99 നാമങ്ങളാണ്. അള്ളാഹുവിന്റെ നാമങ്ങളുടെ എണ്ണം എവിടെയാണ്? ഫി ഇൽമിൽ ഗൈബി ഇൻദക്. നിന്റെ ഇൽമുൽ ഗൈബിലാണ്. പടച്ചോനെ അറിയുള്ളൂ പടച്ചോൻ എത്ര നാമം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആ നാമങ്ങളിലൂടെ പടച്ചോനാണ് പഠിച്ചാൽ എന്താ അറിയും? ഒരു പ്രശ്നമല്ല, ശാന്തമായിരിക്കും നമ്മള്. ഒരു വിഷമം നമുക്ക് ഉണ്ടാവില്ല. കല്യാണം കഴിക്കാൻ വീട്ടിൽ പ്രായമുള്ള മോളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്, 3 പെൺകുട്ടികളുണ്ട്. ഉണ്ടാകുന്ന കുട്ടികൾ മുഴുവൻ മാനസിക രോഗികളാണ്. എനിക്കറിയാം, നമ്മളെ ഇവിടെ ചമ്മാട് നമുക്കൊരു സ്ഥാപനമുണ്ട്. നേരത്തെ ഒരു ക്യാൻസർ സെന്റർ ആയിരുന്നു. ഇപ്പൊ അത് കിഡ്നി ഡയാലിസിസ് കൂടി ഉണ്ട്. പിന്നെ കരുണ എന്നുള്ള പേരിലുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ അവിടെ സൈക്കാട്രി തുടങ്ങിയപ്പോ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത കാര്യം, ഒരു വാപ്പ വരും, 3 മക്കളുണ്ട്, 3 ആളും മാനസിക രോഗികളാണ്. 3 ആളെയും ഒറ്റ ചെങ്കലമാക്കിയിട്ട് ആ ചെങ്കലിന്റെ അങ്ങേയറ്റം ഓട്ടോറിക്ഷമ ഇങ്ങനെ ക്ലിപ്പിട്ടിട്ട് മൂപ്പർ ഇങ്ങനെ പോരും. അവിടെ ഒന്ന് ചികിത്സിക്കും, തിരിച്ചു പോകും. സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? എനിക്ക് 5 കുട്ടികളുണ്ട്, എനിക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അയാൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? അയാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കുറെ ഊന്നുവടികളുണ്ട്. അയാൾ ഇങ്ങനെ പിടിച്ചു നടക്കുന്ന കുറെ കയറുകളുണ്ട്. അതെന്താ അറിയോ? തവക്കുൽ എന്ന അതിശക്തമായ കയറാണ്. ഒരു ജിന്നു ബീവിന്റെ അടുത്തേക്കും ഒരു ജിന്നുമ്മാന്റെ അടുത്തേക്കും പോയിട്ടില്ല, അള്ളാഹുവിൽ ഏൽപ്പിച്ച്. അപ്പോ ആ ഓരോ നിമിഷങ്ങൾക്കും പകരം അള്ളാഹു പരലോകത്ത് കൊടുക്കും, ഖബറിൽ കൊടുക്കും. സൊബറിന് കിട്ടുന്നത്ര പുണ്യം വേറെ എന്തിനാ കിട്ടുക? തഹജ്ജുദിനും ഹജ്ജിനും കിട്ടുന്ന വലിയ പുണ്യമാണ് സൊബറിന് കിട്ടുക. സൊബറിന് കിട്ടുന്ന പുണ്യം അത്രയും വിശാലമാണ്, അത്രയും സമ്പുഷ്ടമാണ്. അതുകൊണ്ട് 2ാമത്തെ കാര്യം, യാതൊരു ഭയവും ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി 3ാമത്തെ കാര്യം എന്താ അറിയോ? പടപ്പുകളോടൊന്നും അനാവശ്യമായ വിധേയത്വം നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ഒരു പടപ്പിനോട് ആവശ്യമില്ലാത്ത വിധേയത്വം വേണ്ടിയില്ല. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ഒരാൾ അള്ളാഹുവിനെ തവക്കലാക്കിയ അള്ളാഹു മതി. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഈ ഒട്ടകത്തെ കെട്ടിടാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞ കാര്യം പ്രത്യേകം ഓർക്കണം. ഒട്ടകത്തെ കെട്ടിടാതെ ക്ലാസ്സിൽ വന്നിരുന്ന ആളോട് നബിയേ അത് ഞാൻ തവക്കലാക്കിയെന്ന് പറഞ്ഞപ്പോ പോയി കെട്ടിട്ടിട്ട് തവക്കലാക്കാറല്ലോ. നമുക്ക് റിസ്ക് കിട്ടാനും നമുക്ക് മക്കൾ ഉണ്ടാവാനും നമുക്ക് സമ്പുഷ്ടത വരാനൊക്കെ വേണ്ട കാര്യം നമ്മൾ ചെയ്യണം. പക്ഷെ ആ കാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായ ഇസ്ലാമിക പരിധികൾക്കുള്ളിൽ നിന്ന് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ആവശ്യമില്ലാത്ത ധൃതിയും ബേജാറൊന്നും വേണ്ടിവരില്ല, അബദ്ധങ്ങളൊന്നും സംഭവിക്കൂല കേട്ടോ. ശരിയായ വിധം പടച്ചവനെ ഏൽപ്പിച്ച ആളുകളെ പടച്ചവൻ തീർച്ചയായും ഏറ്റെടുക്കും എന്നാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത്, ലമ്മ ഖുദിഫ ഫിന്നാർ, അദ്ദേഹം നരകത്തിൽ തീയിലെറിയപ്പെട്ടപ്പോ വന്നൊരു ആ ഒരു റിപ്പോർട്ടർ അന്നഹു അതാഹു ജിബ്രീൽ അലൈഹി സ്വലാം വന്നു അദ്ദേഹത്തിന്റെ അടുത്ത്. ജിബ്രീൽ അലൈഹി സ്വലാം ഈ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ ആ തീയിലേക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. അലക ഹാജ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇബ്രാഹിം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയാം, ഫഖാല അമാ ലക ഫല, നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടേണ്ട ആവശ്യമാണെങ്കിൽ ഒരാവശ്യം എനിക്കില്ല.
ഈ മലക്കിനോട് പറയണം, നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടേണ്ട ആവശ്യമാണെങ്കിൽ ഒരാവശ്യം എനിക്കില്ല. അമ്മ ഇലല്ലാഹ് ഫഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടതാണെങ്കിൽ ഞാൻ അള്ളാഹിനെ തവക്കുലാക്കിയിട്ടുണ്ട്, എനിക്ക് അള്ളാഹ് മതി, വേറെ ആവശ്യമൊന്നും എനിക്കില്ല. അല്ലേ? നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടേണ്ട ഒരു ആവശ്യം എനിക്കില്ല, പടച്ചോന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട ആവശ്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഫകാനത്തിന്നാറു ബർദൻ വസ്സലാമൻ അലൈഹി. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ആ തീയെ തണുപ്പിച്ചു കൊടുത്തു എന്ന് നമുക്ക് കാണാം. എന്തിനാണ് ഇങ്ങനെ ഒരു തീയനെ തണുപ്പിച്ചു കൊടുത്ത ഒരു ചരിത്രം? ഇബ്രാഹിം നബി സ്വലാമിന്റെ ചരിത്രം എന്തിനാണ്? അത് കഥ പറഞ്ഞ ആവേശം കൊള്ളാനല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ തീയിന്റെ സ്ഥാനത്ത് പല പ്രശ്നം വരും. ആ പ്രശ്നങ്ങളെയൊക്കെ നെഞ്ചൂക്കോടെ ധൈര്യത്തോടെ ശക്തമായി നേരിടാനുള്ള മനക്കരുത്ത് പകരലാണ്. ചരിത്രം അധ്യാപകനാണ്, ഗുരുനാഥനാണ്. ചരിത്രമാകുന്ന അധ്യാപകനിൽ നിന്ന്, ഗുരുനാഥനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ആ തിരിച്ചറിവുകൾ ഏറ്റെടുക്കാനും വേണ്ടിയാണത്. അതൊരു പക്ഷേ നമ്മളിങ്ങനെ നമ്മളെ കുട്ടി വെള്ളം തോർന്നു എന്ന് വിചാരിക്കണ നേരത്തെ നമ്മളെ കുട്ടീനാണ് പോകലേക്ക് അറിഞ്ഞത്, അല്ലേ? എനിക്ക് ഇത് പറയുമ്പോൾ വേഗം ഓർമ്മ ഒരു ഭാവമാശയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാട്ടെ. അദ്ദേഹത്തിന്റെ കുട്ടി മരിച്ച് അദ്ദേഹത്തെ കണ്ട സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ കുട്ടി ദുന്യാവിൽ നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾ വിചാരിച്ചു, നിങ്ങളെ കുട്ടീനെ പഠിച്ചോ കൊണ്ടുപോയി പരലോകത്തേക്ക്, നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി പരലോകത്തേക്ക് കൊണ്ടുപോയി. അപ്പോ ഈ വീടിന്റെ ഹദീസ് ഞാൻ പറഞ്ഞു, സ്വർഗത്തിലെ വീടിന്റെ ഹദീസ് ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു ഭയങ്കര പിടുത്തൻ പിടിച്ചു എന്റെ കയ്യിനെ. ഇപ്പോഴും എനിക്കതിങ്ങനെ ഫീൽ ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ശരിക്കും ഇപ്പോഴാണ് മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസം കരുത്തും കിട്ടും. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടോ? ആ മകൻ പോയ വഴിയിൽ സർവീസിലിരിക്കെ അദ്ദേഹം മരണപ്പെട്ടു പോയി, സർവീസിലിരിക്കെ പോയി. അത്രയുള്ള അല്ലാഹു അദ്ദേഹത്തിന്റെ വിധവക്കും മക്കൾക്കും സുരക്ഷിതത്വം പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് പിടിച്ചു നിൽക്കാനും മുന്നോട്ട് പോകാനും കരുത്ത് കിട്ടാനും ഒക്കെ സഹോദരന്മാരെ ഇത് ഏറെ മതി ഞാൻ പറയണത്. തവക്കുലിനെ ശരിയാവിധം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നമല്ല. അയാൾ സ്വസ്ഥമായും ശാന്തമായും അയാൾക്ക് പോകാൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. മറ്റൊന്ന് ഉപജീവനാണ്. നാലാമത്തെ കാര്യം ഉപജീവൻ എന്താ? ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി. നിങ്ങൾ തവക്കുലാക്കേണ്ട വിധം തവക്കുലാക്കുകയാണെങ്കിൽ ലറസഖകും കമാ യർസുഖു തൈർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന. നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം തരും. എങ്ങനെ? ഒരു പക്ഷിയെ പോലെ. രാവിലെ ആ പക്ഷി പുറപ്പെടുകയാണ്, അതിന്റെ ഫുഡ് എവിടെയെന്നൊന്നും അതിന് അറിയില്ല, കൊത്തി തിന്നാനുള്ള ഭക്ഷണം എവിടെയെന്ന് അതറിയില്ല. പക്ഷെ ഇന്നേ വരെ ഒരു പക്ഷിയും വയറൊട്ടി തിരിച്ചു പോന്നിട്ടില്ല. നിശബ്ദമായി മനുഷ്യൻ ഉണരും മുമ്പ് പറക്കുന്ന പക്ഷി, മനുഷ്യൻ അവന്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോ അതിന്റെ ശബ്ദം പുറപ്പെടുവിച്ച് സന്തോഷത്തോടെ അതിന്റെ കൂടുകളിലേക്ക് അത് പറക്കുന്നുണ്ട്. അവിടെ പക്ഷി എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? എവിടെയെന്ന് അറിയില്ല എന്ന് ഇരിക്കണില്ല, ഭക്ഷണം തേടി പോണുണ്ട്. കിലോമീറ്ററുകൾ അത് പറക്കുന്നുണ്ട്, അത് ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ശരിയായ രീതിയിൽ തവക്കുലാക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അതിന് ചില വഴികൾ പഠിച്ചുണ്ടാക്കിയിട്ടുണ്ടാവും. നോക്കൂ നിങ്ങൾ, ഇതിന്റെ തുടർച്ച നമ്മൾ കേൾക്കേണ്ട ഹദീസ് ഉണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ധരിക്കുന്ന ഹദീസാണ്. മൻ നസലത് ബിഹി ഫാഖ. ഒരാൾക്ക് ദാരിദ്ര്യം വന്നാൽ ഫൻസലഹ ബിന്നാസി ലം തുസദ്ദ ഫാഖത്തുഹു. എന്താ? അതുകൊണ്ട് അവൻ ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയാൽ, പടച്ചോനോടൊന്നും പറഞ്ഞില്ല, ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയാൽ ആ ദാരിദ്ര്യം തീരൊന്നുമില്ല. ഒരാളോട് ചോദിക്കും, അയാൾ കൊടുക്കും. അടുത്ത ആളോട് ചോദിക്കും, അയാൾ കൊടുക്കും. പിന്നെ കുറെ കറുത്ത മുഖം കണ്ടുവരും. എന്നാലോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വമൻ നസലത് ബിഹി ഫാഖ, ഒരാൾക്ക് ദാരിദ്ര്യം വന്നു, ഫൻസലഹ ബില്ലാഹി ഫയൂഷിഖുല്ലാഹു ലഹു ബിറിസ്ഖിൻ ആജിലിൻ ഔ ആജിലിൻ. എന്താ? അയാളുടെ ദാരിദ്ര്യം പടച്ചോന്റെ മുമ്പിൽ വെച്ചു. അപ്പൊ പടച്ചോൻ ചിലപ്പോൾ ആജിലായിട്ട് കൊടുക്കും, വേഗം കൊടുക്കും. അല്ലെങ്കിൽ ആജിലൻ, കുറച്ച് വൈകിട്ട് കൊടുക്കും. കുറച്ചൊക്കെ പ്രയാസം ഉണ്ടാകും. അപ്പൊ ദാരിദ്ര്യമുള്ള കാലത്ത് ദാരിദ്ര്യത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ജീവിച്ച ഒരാളാണ്, എനിക്ക് അതിന്റെ താഴത്തേക്ക് വരാൻ പറ്റൂല, അല്ലെ? കുട്ടികളൊക്കെ ഞാൻ അങ്ങനെയാണ്. കുട്ടികളെല്ലാം ശീലിപ്പിക്കണം. കുട്ടികളെ നല്ല ഭക്ഷണം ഉണ്ടായിട്ടും അല്ലാതെയും ഒക്കെ ജീവിക്കണം. കുട്ടികൾ നിലത്ത് കിടന്നിട്ടും അല്ലാതെയൊക്കെ പഠിക്കണം. കുട്ടികൾ ഫാൻ ഇട്ടിട്ടും അല്ലാതെയൊക്കെ ശീലിക്കണം. മനസ്സിലായില്ലേ? ഞാൻ എന്റെ കുട്ടികളെ അങ്ങനത്തെ ഒരു ഇതിൽ നോക്കിയതാണ് എന്ന് നമ്മൾ നോക്കാണ്ടാവുന്ന എന്താ ഉറപ്പ്? ഒരു ഉറപ്പില്ല. എല്ലാം നഷ്ടപ്പെടാൻ, അല്ലെ? എല്ലാം നഷ്ടപ്പെട്ട എത്രയോ മനുഷ്യരെ നമ്മൾ ഈ പ്രളയകാലത്ത് കണ്ടു. അതേപോലെ വയനാട് ലാൻഡ് സ്ലൈഡിന്റെ പശ്ചാത്തലത്തിൽ കണ്ടു. എല്ലാം ഉണ്ടായിരുന്നവർ ഒരു അണ്ടർവെയർ പോലും മറ്റുള്ളവന്റെ അടുത്ത് നിന്ന് വാങ്ങി ധരിക്കേണ്ടുന്ന ചുറ്റുപാടുള്ളവരെ നമ്മൾ കണ്ടു. അപ്പൊ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അഞ്ചാമത്തെ കാര്യം റബ്ബിന്റെ ഇഷ്ടമാണ്. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ. തവക്കുലാക്കണവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്നാണ്. മാത്രമല്ല ആറാമത്തെ കാര്യം പിശാചിനെ ദുർബലപ്പെടുത്തുന്നു. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു അലാ റബ്ബിഹിം യതവക്കൽ. ശരിയായി തവക്കുലാക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് മേൽ ശൈത്താന് ആധിപത്യങ്ങൾ ഉണ്ടാവില്ല. മറ്റേത് ശൈത്താൻ എന്തെന്നറിയോ? പല പല കാര്യത്തിൽ അങ്ങനെ സ്വീപ്പാക്കിക്കൊണ്ടിരിക്കും. പല നിലക്ക് മനുഷ്യനെ ശൈത്താൻ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. ശരിയായി തവക്കുലാക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ
ഇതൊക്കെ എന്താ പറയാ, എല്ലാ തിന്മയും എല്ലാ നിലപാടും ജനിക്കണമെന്ന മനുഷ്യന്റെ ചിന്തയിൽ നിന്നാണല്ലോ. ആ ചിന്തകൾ ഒരിക്കലും ട്വിസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഒരു തിന്മ ഒരു സ്വകാര്യതയിൽ പറ്റിക്കാൻ നോക്കുമ്പോൾ ഓർമ്മ വരും, പടച്ചോനുണ്ട്, എന്റെ പടച്ചോ അത് കാണുന്നുണ്ട് അല്ലെ. അവിശുദ്ധമായ ബന്ധത്തിനൊരുങ്ങി തന്റെ ശരീരത്തിലേക്ക് അടുക്കാനിരിക്കുന്ന ആ മനുഷ്യൻ ആ സ്ത്രീയോട് പറഞ്ഞു, എല്ലാ വാതിലുകളും ജനങ്ങളും ഒക്കെ കൊട്ടിയടക്ക്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ജീവിതത്തിൽ ഇയാൾ കൊടുത്ത സമ്മാനങ്ങൾക്കും സഹായങ്ങൾക്കും മുന്നിൽ അടിപ്പെടേണ്ടി വന്ന ആ സ്ത്രീ പറഞ്ഞു, എല്ലാ വാതിലും ഞാൻ അടച്ചു, ഒരു വാതിൽ എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. ഏതാണ് ആ വാതിൽ എന്ന് വെച്ചാൽ, ഞാൻ അടച്ചോളാന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു, ബാബുസമ, ആകാശത്തിന്റെ വാതിലുണ്ട്, ആകാശത്തിന്റെ വാതിൽ അടക്കാൻ എനിക്ക് പറ്റുന്നില്ല. അയാൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് നടന്നു. ആണ് ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത എല്ലാറ്റിനുള്ള പരിഹാരമാണ്. പിന്നെ നമ്മളൊരു നല്ല പേഴ്സണാലിറ്റി ആവും, നല്ലൊരു വ്യക്തിയാകും. എന്തിനേയും നിയന്ത്രിച്ചും ശ്രദ്ധിച്ചും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മറ്റൊരു നേട്ടം, നമ്മളിങ്ങനെ ലക്ഷണം നോക്കി അവസ്ഥ നോക്കി നടക്കേണ്ടി വരില്ല. തത്തനെയും കൊണ്ടൊരു പെണ്ണ് വന്ന് അങ്ങനെ കൈയാണിച്ചു കൊടുക്കൂ അല്ലെ, പല പല ലക്ഷണം നോക്കൂ. വണ്ടി കൊണ്ട് കണ്ട് ഇറങ്ങുമ്പോൾ ഒരു പൂച്ച പാഞ്ഞാ പ്രശ്നം, ഇങ്ങനെ ഒരു ശബ്ദം കേട്ട ബേജാറോ ഒന്നും ഉണ്ടാവില്ല. തവക്കുലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശരിയായി മുന്നോട്ട് പോകാൻ പറ്റും. മാത്രല്ല, വിചാരണയില്ലാതെ സ്വർഗം കിട്ടുന്നവരെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഹദീസ് ഉണ്ട്. വിചാരണയില്ലാതെ സ്വർഗം നേടുന്നത് ആരാണ്? ബിഗൈരി ഹിസാബ്, ഒരു വിചാരണയില്ലാതെ. ലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വലാ അലാ റബ്ബിഹിം യതവക്കലൂൻ. അവര് മറ്റുള്ളിടത്തേക്ക് ഇങ്ങനെ മന്ത്രിച്ചാൽ നടക്കൂല. മന്ത്രം ഇസ്ലാമിലുണ്ട്, നമുക്ക് മന്ത്രിക്കാം, നമുക്ക് ചൊല്ലാനുള്ള ഒരുപാട് ദിക്റുകളൊക്കെ രാത്രി ഉറങ്ങുമ്പോൾ മന്ത്രിച്ച് കിടക്കാണ്ട് കേട്ടോ. മന്ത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ അസ്വസ്ഥതൊന്നും വേണ്ട. ദിക്റൊക്കെ ചൊല്ലി കയ്യിലേക്ക് ഊതി ശരീരത്തിൽ തടവി ചെയ്യണീനാണ് മന്ത്രിക്കുക എന്ന് പറയാം. ആ ഒരു സംഗതിക്ക് വേണ്ടി ഇങ്ങനെ തെണ്ടിയെടുക്കുന്ന ഒരു അവസ്ഥ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. എന്നാൽ ഇപ്പോ നമ്മളെ കുട്ടിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഭയങ്കര മാനസിക അസ്വസ്ഥത വന്നു, പ്രശ്നങ്ങൾ വന്നു, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെയ്യാൻ കഴിയുണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് നമ്മൾ ചൊല്ലി തടവി കൊടുക്കേണ്ടി വരും. അയാള് ഭയങ്കര എന്താ പറയാ, മാനസികമായിട്ട് അസ്വസ്ഥനായിട്ട് ആകെ തകർന്ന് തളർന്നിരിക്കുകയാണ്. ചിലപ്പോൾ അയാൾക്ക് ഓതി കൊടുക്കേണ്ടി വരും. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. മറിച്ച് ഇതൊരു ഏർപ്പാടാക്കി മുന്നോട്ട് പോകുന്ന രീതികളൊക്കെ ഉണ്ടാകും. അതൊന്നും ചെയ്യാത്തൊരു വ്യക്തി, അതേപോലെ ലക്ഷണം നോക്കാത്തൊരു വ്യക്തി, അയാൾ അള്ളാഹുൽ തവക്കുലാക്കുന്ന ആളാണ്. ഈ 3 യോഗ്യതയുള്ള ഒരാള് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ധാരാളം ഗുണങ്ങൾ തവക്കുൽ കൊണ്ടുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ശക്തമായി മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മോമിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ച് നമുക്ക് എന്തൊക്കെ വിഷയത്തിൽ കൺഫ്യൂഷൻ ഉണ്ടോ, വിരുദ്ധാഭിപ്രായങ്ങളുണ്ടോ, അതിലൊക്കെ ശരിയായ ഒരു ഉത്തരത്തിലേക്ക് എത്തി ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് പ്രത്യേകിച്ചും അടിസ്ഥാന വിഷയങ്ങളിൽ പിഴക്കാതെ മരണപ്പെട്ടു പോകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله على محمد.